ജീവിതത്തിൽ ചെറിയ തോതിലെങ്കിലും സ്ട്രെസ് അനുഭവിക്കാത്തവർ വിരളമാണ്. സൈക്കോളജിസ്റ്റുകൾ ഈ സ്ട്രെസ് ഉണ്ടാകുന്നതിൻ്റെ കാരണമായി പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഫ്യൂച്ചർ എനിക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത്, നാളെ എന്താകും, നാളെ എൻ്റെ വർക്ക് ഫീൽഡിൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ ഒരു നാളെയെക്കുറിച്ചുള്ള ടെൻഷൻ, ഉത്കണ്ഠയാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ചുള്ള ചിന്ത. ഒരു പരിധിവരെ നിരാശയെന്നോ കുറ്റബോധമെന്നോ പറയാവുന്ന വികാരങ്ങളാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തയും പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്തയുമാണ് പലപ്പോഴും സ്ട്രെസ് ഉണ്ടാക്കുന്നത്. കേവലം സ്ട്രെസ് ഉണ്ടാക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ പ്രസന്റിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് തടസ്സമാവുകയാണ് ഈ സ്ട്രെസ് ചെയ്യുന്നത്. നമ്മൾ ഓർക്കേണ്ട സംഗതി, കഴിഞ്ഞുപോയ കാലത്തിലേക്ക് തിരിച്ചു പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഫ്യൂച്ചറിൽ പോയി എന്തെങ്കിലും പണിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് പണിയെടുക്കാൻ കഴിയുന്നത് ഇന്നാണ്, പ്രസന്റിലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. ആ സമയത്ത് കഴിഞ്ഞതിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ആലോചിച്ച് ചിന്തിച്ച് ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായി ഇരിക്കുന്നുവെങ്കിൽ അത് അപകടമാണ്. എന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യേണ്ട എന്നല്ല, ഭാവിയെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. പക്ഷെ പ്ലാനിങ് മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. പ്ലാനിങ് മാത്രമല്ല, അതിനനുസരിച്ച് പ്രവൃത്തിയും വേണം. ഈ പ്രവൃത്തികൾക്ക് തടസ്സമുണ്ടാക്കുന്ന സ്ട്രെസ് ഒഴിവാക്കുവാൻ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു ടേമുണ്ട്, മൈൻഡ്ഫുൾനെസ് എന്നാണ് അതിനെ പറയുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ ഫുൾ മനസ്സ്, നമ്മുടെ 5 സെൻസ് ഓർഗൻസിൻ്റെയും ഫങ്ഷൻസ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഇൻവോൾവ്ഡ് ആവുക എന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ലഡു കഴിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനൊരു ലഡു കഴിക്കുകയാണെങ്കിൽ ഈ ലഡു ഞാൻ വായിൽ വെച്ച് ചവച്ച്, എൻ്റെ പല്ലുകൊണ്ട് ചവച്ച്, ഉമിനീരതിൽ കലർന്ന്, അതിൻ്റെ മധുരം ഞാൻ ആസ്വദിച്ച്, അതിൻ്റെ ടച്ചിങ്, സ്പർശനം ഞാൻ അറിഞ്ഞ് അത് ആസ്വദിച്ച് കഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ മണവും ഞാൻ അറിയുന്നു, അതിൻ്റെ സ്പർശനവും ഞാൻ അറിയുന്നു, രുചി അറിയുന്നു, ഉമിനീര് കലരുന്നു. ഞാനത് മെല്ലെ ഇറക്കുന്നു, തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ അത് ഇറങ്ങുന്നതിൻ്റെ സുഖം ഞാൻ അറിയുന്നു. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ആയ ഒരു പ്രവൃത്തിയായിട്ട് ലഡു തിന്നുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ ഈ എല്ലാ പ്രോസസ്സും അവൻ എൻജോയ് ചെയ്യും ലൈഫിൽ. കേവലം ലഡു തിന്നുന്ന കാര്യമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും അതിൽ ലയിച്ചുകൊണ്ട് ചെയ്യുക, അതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് കൊണ്ട് ചെയ്യുക. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. സ്ട്രെസ് ഒരു പരിധിവരെ നല്ലതാണ് കേട്ടോ. അതായത് നാളെയെക്കുറിച്ച് ചെറിയൊരു ആശങ്ക ഉണ്ടാകുമ്പോൾ ഇന്ന് നമ്മളെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് നല്ലതാണ്. പക്ഷെ നാളത്തെക്കുറിച്ചുള്ള ചിന്തയും കഴിഞ്ഞതിനെക്കുറിച്ചുള്ള ചിന്തയും ഇന്നൊന്നും ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ അത് അപകടകരമായ സ്ട്രെസ്സാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയൊരു ഭാരമുള്ള പണിയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ പണി മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, 1000 അടിയാണ് നമ്മൾ നടക്കേണ്ടതെങ്കിൽ നമുക്കിപ്പോൾ 1000 അടി നടക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ വലത്തെ കാലെടുത്ത് മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഇടത്തെ കാലെടുത്ത് മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പ് നമ്മൾ വെക്കുക എന്നുള്ളതാണ് 1000 അടി എന്ന ലക്ഷ്യം എത്തിച്ചേരുവാനുള്ള മാർഗം. സോ ഫോക്കസ് ഓൺ പ്രസന്റ്. ഇന്നിൽ നന്നായിട്ട് മുഴുകുക, ഇന്നിലേ നമുക്ക് പണിയെടുക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ നിന്നും അതുപോലെ വായനയിൽ നിന്നൊക്കെ ലഭിച്ച അറിവുകളാണ് ഇത്തരം വീഡിയോകളിലൂടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു.